നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ ആഘോഷം ഒരു തരത്തിലും കുറയ്ക്കേണ്ട. നിങ്ങളാണ് ഈ നാടിന്റെ തന്നെ ഒരു വീടിന്റെ ഒക്കെ ശക്തി. ആ നാട്ടിലെ ആ വീട്ടിലെ സ്ത്രീകളൊക്കെ തന്നെയാണ്, അതിലൊരു സംശയമില്ല. അപ്പൊ നിങ്ങളുടെ ആഘോഷം വളരെ വലിയ രീതിയിൽ തന്നെ നടക്കട്ടെ. ഒന്നും നോക്കണ്ട, അർമാദിക്കുക. 10 ദിവസം ഇനി എപ്പോഴും ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടില്ല. അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്യുക. തിരിച്ചു ചെന്ന് ഒരുപാട് സൗഹൃദങ്ങളുടെയും ഒക്കെ കഥകൾ തിരിച്ച് വീട്ടിൽ ചെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നടത്തിയതിന് കേരള സർക്കാരിനോടും ഒക്കെ ഉള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് പൊന്മാൻ എന്ന് പറയുന്ന നീലപ്പൊന്മാൻ എന്ന് പറയുന്ന പോലത്തെ നമ്മുടെ പക്ഷീനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത് പൊന്മാൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ടൈറ്റിലാണ്. അതായത് പൊന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു കഥയാണ് ഈ സിനിമ നമ്മൾ സംസാരിക്കുന്നത്. പൊന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അണിഞ്ഞിട്ടുള്ള ഒരു ആഭരണമാണല്ലോ പൊന്ന് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ പൊന്ന് നമ്മൾ കാണാറുണ്ട്. എന്നാൽ പോലും പൊന്ന് പല കുടുംബങ്ങളിലും പ്രശ്നക്കാരനായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീധനം എന്നൊക്കെ പറയുന്ന വിഷയങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ പൊന്ന് എന്നുള്ളൊരു കൊമോഡിറ്റി, ഒരു എന്റർടൈനർ സിനിമയുടെ ചേരുവകളൊക്കെ ചേർത്ത് നല്ല പാട്ടും ആക്ഷനും കോമഡിയും ഇമോഷണൽ രംഗങ്ങളൊക്കെ ആയിട്ടുള്ള പല ചേരുവകളൊക്കെ ചേർത്ത് തേച്ച് മിനുക്കിയെടുത്ത് നിങ്ങളിലേക്ക് ഒരു 2 മണിക്കൂർ ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. എന്നാൽ നിങ്ങൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്റർടൈൻഡ് ആവും, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. എന്നാൽ പോലും ആ വിഷയത്തെ, ഒരു സ്ത്രീധനം കൊടുക്കുന്നവരോ വാങ്ങിച്ചവരോ ഒക്കെ ഉള്ളൊരു ഉൾക്കൊത്തുണ്ടാവാനുള്ള സാധ്യത ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാവും. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ഒക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാവും. അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രാമ എന്റർടൈനർ സിനിമയാണ്. അതാണ് ഞങ്ങളിവിടെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ സിനിമാ ജീവിതത്തിൽ വലിയ സപ്പോർട്ടാണ് നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാ സിനിമകളും ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ ഫാമിലി ഓഡിയൻസ് ആണ്. അപ്പോൾ ആ സപ്പോർട്ട് നിങ്ങൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക, സുഹൃത്തുക്കളോട് പറയുക. ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയൊക്കെ തന്നെ ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ മുതൽ ഇങ്ങോട്ട് ഒരു നടൻ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള, പ്രത്യേകിച്ച് സ്ത്രീകളുടെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ആ സ്നേഹം അറിയാറുണ്ട്. ഒരുപാട് അമ്മമാരും ഒക്കെ വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. സ്വന്തം വീട്ടിലെ മോനെ പോലെയൊക്കെയാണ് പലപ്പോഴും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആ സ്നേഹം എന്നും ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി കാണുക. നിങ്ങൾക്ക് ആര്യം നരസ് എന്ന് പറയുന്ന ഈ വേദി പറന്നുയരട്ടെ, ഒരു നീല പൊന്മാനെ പോലെ പറന്നുയരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അടുത്തതായിട്ട് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ളത് ഞങ്ങള് കണ്ട അംബാനെ അല്ല പൊന്മാനിൽ കണ്ടിരിക്കുന്നത്. അപ്പൊ എന്തോ ഭയങ്കര വ്യത്യാസമുണ്ട് ക്യാരക്ടർ എന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടുപേരും തമ്മിൽ നല്ല തല്ലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. കുടുംബശ്രീയുടെ മേളയിൽ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഞങ്ങൾ പൊന്മാൻ്റെ ഒരു പ്രൊമോഷന്റെ ഭാഗവും കൂടിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ബേസിൽ പറഞ്ഞ പോലെ കൊല്ലത്ത് ശരിക്കും നടന്നൊരു കഥയാണ്. ഇന്ദുവൻ ചേട്ടൻ കഥയൊക്കെ എഴുതിയ 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവൽ. അതിനെ ആസ്പദമാക്കിയിട്ടാണ് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. അത് ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത് സ്ത്രീകൾക്കായിരിക്കും, അതുപോലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ആയിരിക്കും ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് അതിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നാളെയാണ് പടം റിലീസ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതുപോലെ കാണാത്തവരോട് പറയണം. അപ്പം എന്തായാലും സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് ഞങ്ങൾ കണ്ട അംബാനെയല്ല, അത് ഞാൻ പറയാം. ഞാൻ ആവേശം സിനിമ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് പൊന്മാൻ. അപ്പൊ ആവേശം സിനിമയിൽ ഞാൻ ഒരു 96-97 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്, ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്
ജ്യോതിഷേട്ടൻ എന്നെ കാണാൻ വരുന്നതും ഈ പൊന്മാന്റെ കഥ പറയുന്നതും. അപ്പൊ ഞാൻ കഥ കേട്ടപ്പോ തന്നെ എനിക്ക് തന്നെ തോന്നി ഇത് വലിയ ആയിരിക്കണം, ഒരു ബൾക്കായിരിക്കണം. കഥ വായിച്ചപ്പോ ഉറപ്പിച്ച് അമ്പാന്റെ ശരീരപ്രകൃതിയിലോട്ട് പോവുകയായിരുന്നു. വീണ്ടും ഒരു 1.5 മാസം കൊണ്ട് വീണ്ടും ഇച്ചിരി വണ്ണം വെച്ച് അങ്ങനെ ചെയ്ത പൊന്മാൻ. അതിനുശേഷം ഞാൻ പൈങ്കിളി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത്, അപ്പോ അതില് ഒരു 75 കിലോ ആയിരുന്നു, അതിലേക്ക് വന്ന് നേരെ. അപ്പൊ അതിൽ നിന്നുള്ള മാറ്റമാണ് ഇപ്പൊ കാണുന്നത്. പൈങ്കിളി ഉണ്ട്, ഫെബ്രുവരി 14 റിലീസ്. അപ്പൊ എന്തായാലും പടം ഞാൻ കാണണം. സന്തോഷം, താങ്ക് യു സോ മച്ച്. പോയോ? ഓക്കെ, നമുക്ക് അറിയേണ്ടത് അവരുടെ അല്ലേ, ഹീറോയിന്റെ ഭാഗത്ത് നിന്ന് ലിയോ മോൾ എങ്ങനെയുണ്ടായിരുന്നു ക്യാരക്ടർ പൊന്മാനിലെ? അതായത് ഭയങ്കരമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുത്തിരുന്നിട്ട് ആ കല്യാണം പാളിപ്പോയതാണോ? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച സംഘാടകർക്ക് നന്ദി. ഞങ്ങളിവിടെ ഞങ്ങളുടെ സിനിമയായ പൊന്മാൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദ്യകർത്താവ് ചോദിച്ച പോലെ കല്യാണം മുടങ്ങിപ്പോകുന്നൊന്നുമല്ല. പക്ഷേ പൊന്നിനെ ചുറ്റിപ്പറ്റി പൊന്നുണ്ടാക്കിയേക്കാവുന്ന കോലാഹലങ്ങളെക്കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, അമ്മമാർക്ക്, ചേച്ചിമാർക്ക്, എൻ്റെ സമപ്രായക്കാർക്ക്, അനിയത്തിമാർക്ക്, എല്ലാവർക്കും, അല്ല ഇവിടെ ഏട്ടന്മാർക്കായിക്കോട്ടെ, എല്ലാവർക്കും മനസ്സിലാണ് അതിനെപ്പറ്റി ചിന്തിക്കും. ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഫാമിലി ഡ്രാമ എല്ലാവരും തീർച്ചയായിട്ടും